നിങ്ങളെ മഞ്ചേരി പണ്ടിനെ ഞങ്ങളുടെ ചളയം കൊണ്ട് വീടൊന്നും മൂത്താൻ്റെ സ്ലിപ്പാവും സാറേ സാറേ സ്ലിപ്പാവും അവിടെ ഇതാവും ശില്പാവും തല ഇങ്ങോട്ടേക്ക് അടിക്കും. നിങ്ങളെ വന്നിങ്ങോട്ട് സ്കൂൾ പാർട്ടി വരേണ്ടി വരും. പിന്നെ വേറൊന്നുമില്ല. പിന്നെന്ത് ബേജാറന്നെ ഇപ്പൊ തീർന്നില്ല. ഇപ്പൊ വെള്ളം കർണാടകത്തിൽ നിന്ന് ഒന്നാളെ ഇവിടെ വരെ പോയി ഫുള്ള് കീഴൂർ കടപ്പുറത്ത് 5 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഒരു സഹോദരൻ മത്സ്യം പിടിക്കുന്നതിനിടയ്ക്ക് കാലുവഴുതിയായിരിക്കണം ഒരുപക്ഷെ ഇവിടെ വീണ് അദ്ദേഹത്തിൻ്റെ തിരോധാനമെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ലല്ലോ. കാരണം അദ്ദേഹം ഈ കടൽ വീണതിന് ശേഷം വിവരം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു. കാരണം ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് കളക്ടർ. അപ്പോൾ കളക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞു അടിയന്തരമായി അവിടെ വേണ്ടുന്ന രക്ഷാപ്രവർത്തനം നടത്തണം. അപ്പോൾ കളക്ടറിനോട് പറഞ്ഞു ഞാൻ ഫയർ സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫയർ സ്റ്റേഷനെ അറിയിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ നേവിയെ അറിയിക്കണം. നേവിയെ അറിയിച്ചു കഴിഞ്ഞാൽ നേവിയുടെ ഒരു സംഘം ഇവിടെ വന്ന് അവർക്കാണ് തെരച്ചിൽ നടത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നേവിയെ ഞാൻ വിവരം അറിയിക്കാം എന്ന് കളക്ടർ പറഞ്ഞു. ഞാൻ അതിന് ശേഷം നിരന്തരമായി കളക്ടറെ വിളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഇതിനിടയ്ക്ക് മരണപ്പെടുകയുണ്ടായി. അവർ ഭോപ്പാലാണ് ജീവിച്ചത്, ഇപ്പോൾ തിരുവനന്തപുരത്താണ് റിട്ടയർ ചെയ്തതിന് ശേഷം താമസിക്കുന്നത്. അപ്പോൾ അവർ എൻ്റെ സഹോദരിയുടെ ഭർത്താവാണെന്നോ സഹോദരിയുടെ വീടാണെന്നോ ആർക്കും അറിയത്തില്ല. മാത്രമല്ല മരിച്ചു കഴിഞ്ഞ് അവർ ഫോണിൽ കൂടെ വിളിച്ച് എന്നോട് കരയുകയാണ് ചെയ്തത്. അപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് എത്താൻ ഒരു മാർഗ്ഗവുമില്ല. ഞാനങ്ങനെ നേരെ മംഗലാപുരത്ത് പോയി 12:45 ഒരു ഫ്ലൈറ്റ് ബാംഗ്ലൂരേക്ക് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് 3 മണിക്ക് എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്, ഒന്ന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്. അപ്പോൾ 12:45 പുറപ്പെടേണ്ട ഫ്ലൈറ്റ് മംഗലാപുരത്ത് എത്തിയ 1:45. അപ്പോൾ പിന്നെ അതിൻ്റെ ക്ലിയറൻസ് കഴിഞ്ഞ് 2:15 40 മിനിറ്റ് എടുത്ത് 3 മണിക്കാണ്. പിന്നെ ഞാൻ കർണാടക ചീഫ് മിനിസ്റ്ററെയും സ്പീക്കറെയൊക്കെ വിളിച്ചു പറഞ്ഞ് 10-15 മിനിറ്റ് ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി അവർ ഡിലേ ചെയ്തു. കാരണം ഇല്ലെങ്കിൽ പിന്നെ 8 മണി കഴിഞ്ഞിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റും. അപ്പോൾ മരണാനന്തര ചടങ്ങുകൾ 7 മണിക്ക് നടത്തണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് വൈകിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ മരണവുമായി ഇവിടെ പോയിരുന്നു. അതിനുശേഷം ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ 3 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അദ്ദേഹം ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ റവന്യൂ മന്ത്രിയെ വിളിച്ചു, രാജനെ വിളിച്ചു. രാജൻ എന്നെ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ വിളിക്കാമെന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ MP വിളിക്കാമെന്ന് പറഞ്ഞു. ചീഫ് മിനിസ്റ്ററുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്നെ റവന്യൂ മിനിസ്റ്റർ രാജൻ വിളിച്ചു. അതിനുശേഷം ഞാൻ ചീഫ് മിനിസ്റ്ററെ വിളിച്ചു. ചീഫ് മിനിസ്റ്റർ എന്നോട് പറഞ്ഞു ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് സ്കൂബി ഡൈവേഴ്സിനെ അവിടെ കൊണ്ടുവരാമെന്ന് വെച്ചു. അപ്പോൾ സ്കൂബി ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ
ആഴക്കടലിൽ മുങ്ങിത്തപ്പി ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വിദഗ്ധരാണ് നേവിയുടെ സ്കൂബി ഡൈവേഴ്സ്. അപ്പോൾ ഒരു ടീം മാത്രം പോരാ. ഞാൻ CM-നോട് പറഞ്ഞു, ഒന്നിലധികം സ്കൂബി ഡൈവേഴ്സ് വേണം. അപ്പോൾ അത് വേണ്ട സംവിധാനം ചെയ്യാമെന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പിറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കർണാടകത്തിൽ നമുക്കറിയാം, ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളിൻ്റെ ജീവന് വേണ്ടി എത്ര കോടി രൂപയാണ് അവിടെ ചിലവാക്കിയത്, എന്തെല്ലാം സംവിധാനങ്ങളാണ് ചെയ്തത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ്റെ വില ആർക്കും നിർണ്ണയിക്കാനാവില്ല. ഓരോ മനുഷ്യൻ്റെ ജീവനും അതിൻ്റെതായ വിലയുണ്ട്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ബാധ്യതയുണ്ട്. അതിനാണല്ലോ നമ്മൾ ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിന് എത്ര കോടി രൂപ ചിലവായാലും റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുക. ഗവൺമെൻറ് ഒരു ഇൻസ്ട്രുമെൻ്റാണ് കളക്ടറെ ഞാൻ ഇന്ന് 5 പ്രാവശ്യം വിളിച്ചു. കളക്ടർ 5 പ്രാവശ്യം ഇന്ന് ഫോൺ എടുത്തിട്ടില്ല. രാവിലെ തൊട്ട് ഞാൻ വിളിക്കുന്നു. ഈ സ്കൂബി ഡൈവേഴ്സ് എപ്പോൾ വരും എന്നറിയാനാണ് അദ്ദേഹത്തെ വിളിച്ചത്. കാര്യം സ്വാഭാവികമായി തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രിയുടെ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും ഒരു മെസ്സേജ് കളക്ടർക്ക് വന്നിട്ടുണ്ടെങ്കിൽ കളക്ടറാണല്ലോ എത്ര മണിക്കാണ് ഇവിടെ സ്കൂബി ഡൈവേഴ്സ് വരുന്നതെന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് സ്കൂബി ഡൈവേഴ്സ് എപ്പോഴാണോ വിളിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും റവന്യൂ മന്ത്രിയെ വിളിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഞാൻ ഈ ഒരൊറ്റ കാര്യത്തിനായിട്ടാണ് വന്നത്. നാളെയാണ് എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ. നാളെ 6 മണിക്കാണ് ശ്മശാനത്തിൽ പോയി അസ്ഥിയൊക്കെ എടുത്ത് അത് പിന്നെ കടലിൽ കൊണ്ട് കളയുന്ന ചടങ്ങെല്ലാം നാളെയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇതിനു വേണ്ടി മാത്രമാണ് അവിടുന്ന് വന്നത്. കാര്യം ഇന്നലെ രാത്രിയിലത്തെ മാവേലി എക്സ്പ്രസ്സിൽ കയറി ഇന്നിവിടെ വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വന്ദേ ഭാരതിൽ മടങ്ങി പോകാമെന്ന് വിചാരിച്ചപ്പോൾ വന്ദേ ഭാരതി ഇന്നൊരു ദിവസം ഇല്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലാത്ത ദിവസം ഇന്നാണ്. അപ്പോൾ ദൈവാധീനത്തിന് ഇന്ന് രാജധാനി എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. വന്ദേ ഭാരത് ആണെങ്കിൽ രാത്രി 10:30 മണിയാകുമ്പോൾ ട്രിവാൻഡ്രത്ത്. ഇത് 2:30-3 മണിക്ക് വെളുപ്പിന് ചെല്ലത്തുള്ളൂ. എന്നാലും വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് എനിക്ക് അവിടെ എത്തത്തക്ക രീതിയിലാണ് ഞാൻ വന്നത്. ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇക്കാര്യത്തിൽ ഒരു MP എന്ന നിലയ്ക്ക് സംസ്ഥാനം ഭരിക്കുന്ന ആരാണെന്നും ഇവിടുത്തെ MLA ആരാണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു മന്ത്രി വന്നിട്ട് നിങ്ങൾ എല്ലാവരും പോയി കണ്ട് അദ്ദേഹം ഈ സ്ഥലത്ത് വരേണ്ടിയിരുന്നു, ഈ സ്ഥലം സന്ദർശിക്കേണ്ടിയിരുന്നു. കാരണം വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ വിമാനത്തിലാണ് ഞങ്ങൾ 5 MP കളക്ടറെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു.